ഹോസ്റ്റലുകളിൽ നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ എ ബ്ലോക്കിന്റെ ഏറ്റവും അടുത്ത് തന്നെയുള്ള കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡയമണ്ട് ബ്ലോക്കിന്റെ ഏറ്റവും അടുത്തുള്ള മറ്റൊരു ഹോസ്റ്റലിലേക്കാണ്. നമ്മുടെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താവുന്ന ഈ ഒരു ഹോസ്റ്റൽ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ ഒരു ഹോസ്റ്റലിലാണ്. അപ്പോൾ നമ്മൾ ഈ ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, എ ഹോം എവേ ഫ്രം ഹോം എന്ന് നമ്മളൊന്ന് പറയാറുണ്ട് അല്ലേ. വീട്ടിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്ഥലം, അതുപോലെ ഒരു ഹോമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. റെസിഡൻസ് കുറുമുണ്ട ഹോസ്റ്റലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിനോട് ഏറ്റവും അടുത്ത്, അതായത് 50 മീറ്റർ പോലുമില്ല, അത്രയും അടുത്താണ് നമ്മുടെ ഈ ഒരു ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 നിലകളിലായിട്ടാണ് ഈ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലായി 180ഓളം വിദ്യാർത്ഥികളാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് കൂടാണ്ട് 4 വാർഡന്മാരുമാണ് ഈ കുട്ടികളെ നോക്കാനും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കുട്ടികളെ കാണുകയും അവരുടെ വിശേഷങ്ങൾ അറിയുകയും ഈ ഹോസ്റ്റലിനെ കുറിച്ച് കൂടുതൽ അറിയാനുമാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. റെസിഡൻസ് കുറുമുണ്ട ഹോസ്റ്റലിലെ മെയിൻ സാരഥികളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നാണ് നമ്മുടെ കുട്ടികളെ നോക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം ഇവർ 5 പേര് ചേർന്നാണ്. അപ്പോൾ നമുക്ക് ഇവരെ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. മിസ്സേ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇതാണ് നമ്മുടെ ഹെഡ് വാർഡൻ കേട്ടോ. മിസ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ഓക്കെ, എൻ്റെ പേര് സുവർണ മാത്യു. ഞാനിവിടെ ക്ലാസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. R29 ബാച്ചാണ് എൻ്റേത്. അതുപോലെ തന്നെ ഇവിടെ റെസിഡൻസ് കുറുമുണ്ട ഹോസ്റ്റലിൻ്റെ ഇൻചാർജ് കൂടിയാണ്. അതോടൊപ്പം ക്യാമ്പസിൽ ക്ലാസ് എടുക്കുന്നു. ഇവിടെ എന്നെ കൂടാതെ ബാക്കി 3 ഹോസ്റ്റൽ വാർഡന്മാരും കൂടിയുണ്ട്. എൻ്റെ പേര് ശില്പ സണ്ണി. ഞാൻ ജൂനിയർ ക്ലാസ് ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം റെസിഡൻസ് കുറുമുണ്ടയിലെ ഇൻചാർജ് കൂടിയാണ്. എൻ്റെ പേര് റോസ്മി സിബി. ഞാൻ ബെർലിനിൽ ജൂനിയർ ക്ലാസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കൊരു ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്, R03 ആണ്. അതോടെ റെസിഡൻസ് കുറുമുണ്ട ഹോസ്റ്റലിൽ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അഞ്ജന. ഞാൻ ബ്രില്യൻറ്റിലെ ജൂനിയർ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റെസിഡൻസ് കുറുമുണ്ടയിലെ ഹോസ്റ്റൽ ഇൻചാർജും കൂടിയാണ്. എന്താ മിസ്സിൻ്റെ പേര്? എൻ്റെ പേര് ഷിനു എന്നാണ്. ഇവിടെ മിസ്സിനാണോ പകൽ ഇവിടുത്തെ ഡ്യൂട്ടി? ഇവിടെ ഈ സമയത്ത് മിസ്സിനല്ലേ? അതെ, പകൽ സമയത്തുള്ള ഡ്യൂട്ടി 8 മണി തൊട്ട് 5 മണി വരെ. അത് കഴിഞ്ഞുള്ള കുറച്ച് സമയമാണെങ്കിൽ പോലും ഉള്ള ഡ്യൂട്ടികളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം മിസ്സാണ് നമ്മുടെ ഹെഡ് വാർഡൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ മിസ്സേ, എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മളിവിടെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ റെസിഡൻസ് കുറുമുണ്ട ഹോസ്റ്റലിൽ നമ്മൾ എന്തൊക്കെ ഫെസിലിറ്റീസാണ് നൽകുന്നത്? നമ്മൾക്ക് ബ്രില്യൻറ്റിൻ്റെ സ്വന്തം ഹോസ്റ്റലാണിത്. അപ്പോൾ നമ്മൾ 3 നിലകളിലായിട്ടാണ് ഈ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. ഏകദേശം 180ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഹോസ്റ്റലിനുള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വിസിറ്റേഴ്സ് റൂമുണ്ട്. കുട്ടികളുടെ പേരൻസ് വരുമ്പോൾ അവരെ വിസിറ്റ് ചെയ്യാൻ, അവരോട് സംസാരിക്കാനായിട്ട് നമുക്ക് വിസിറ്റേഴ്സ് റൂമുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഹോസ്റ്റലിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മെസ് ഹോളുണ്ട്. ഈ കുട്ടികൾക്ക് മുഴുവനും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ തന്നെ നമ്മൾ കുട്ടികൾക്ക് കുടിവെള്ളം, തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് 3 നിലകളിലായിട്ട് കുട്ടികളുടെ റൂംസ് ഉണ്ട്. അവർക്ക് പഠിക്കാനുള്ള കൊറിഡോർസ് ഉണ്ട്. അവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വളരെ വിശാലമായ കൊറിഡോറുണ്ട്. അവിടെ നമ്മൾ ഡെസ്കും ബെഞ്ചും അറേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് റൂമുകളിലാണെങ്കിലും നമുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റൂമിലിരുന്നും പഠിക്കാം. അതുപോലെ തന്നെ അവർക്ക് വരാന്തകളിലിരുന്നും കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം സൗകര്യമാണെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂംസും ഉണ്ട്, കോമൺ ബാത്റൂമും ഉണ്ട്. പിന്നെ കുട്ടികളുടെ റൂമിനോട് ചേർന്ന് തന്നെയാണ് ടീച്ചേഴ്സിൻ്റെ റൂം ഉള്ളത്. കുട്ടികൾക്ക് 24 അവേഴ്സും ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യാവുന്ന രീതിക്ക്, അവർക്ക് ഏത് രാത്രിയായാലും എന്ത് അസൗകര്യം വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ടീച്ചേഴ്സിനെ സമീപിക്കാവുന്ന രീതിക്ക് ടീച്ചേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഹോസ്റ്റലിൽ നമുക്ക് ഫുൾ ടൈം സെക്യൂരിറ്റി സർവീസ് ഉണ്ട്. പ്രധാനമായിട്ടും നമുക്ക് രാത്രി സമയങ്ങളിൽ നമുക്കൊരു സെക്യൂരിറ്റി ചേട്ടൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് രാത്രി സമയങ്ങളിൽ എപ്പോഴെങ്കിലും കറണ്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഇവിടെ ഒരു വലിയ ജനറേറ്റർ സിസ്റ്റം തന്നെയുണ്ട്. നമുക്ക് അത് പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി അഥവാ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ കംപ്ലയിൻറ്റ്സ് അങ്ങനെ
അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്ന് നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. കുട്ടികൾക്കായിട്ട് ഇവിടെ നല്ല ഒരു സ്റ്റോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അത്യാവശ്യം സ്നാക്സും സ്റ്റേഷനറി ഐറ്റംസും എല്ലാം തന്നെ ഇവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പുറത്ത് പോയി ഒന്നും മേടിക്കേണ്ടി വരുന്നില്ല. അതോടൊപ്പം തന്നെ നല്ലൊരു ലൈബ്രറി സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഷിംഗ് ഏരിയ, നല്ല വിശാലമായ വാഷിംഗ് ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് തുണി അലക്കാനും വിരിച്ചിടുവാനുള്ള എല്ലാ സൗകര്യം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ലോണ്ടറി ഫെസിലിറ്റിയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ന്യൂസ് പേപ്പേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളിപ്പോൾ കേട്ടു ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് നമ്മുടെ ഈ വാർഡന്മാരും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ മിസ്സേ, ഇവിടുത്തെ ഹോസ്റ്റലിനെ കുറിച്ച് അപ്പം കുട്ടികളുടെ പാരൻസിനൊക്കെ ഇപ്പം എന്താ പറയുക, ഇവർക്ക് ടെൻഷൻസ് കാണും, കുട്ടികളുടെ പാരൻസിന് ടെൻഷൻസ് കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചില പാരൻസ് വരാറുണ്ട്, ചിലപ്പോൾ വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം എന്താ നമ്മുടെ ഈ ഹോസ്റ്റലിനെ കുറിച്ച്? നമുക്ക് ശനിയും ഞായറുമാണ് പേരൻസ് വിസിറ്റിംഗ് ഡേ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൂരെയുള്ള പേരൻസൊക്കെ ആ സമയത്താണ് പൊതുവെ വരാറുള്ളത്. പിന്നെ കുട്ടികളെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാനും അവരുടെയൊക്കെ ഒരു സ്ട്രെസ് ഒന്ന് കുറച്ച് കുറയ്ക്കാനൊക്കെ ആയിട്ട് അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഫോൺ ഡേ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ ഫോൺ ഡേ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സുമായിട്ട് നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേരൻസിന് യാതൊരുവിധ പ്രശ്നങ്ങളില്ല, കുട്ടികളും ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ക്യാമ്പസിലേക്ക്, വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസിനാണെങ്കിലും ഒരുപാട് ഒരു ആശ്വാസമാണ്. അപ്പം ഇവിടെ ജൂനിയർ ഫാക്കൽറ്റി ഉണ്ട്, നമ്മുടെ അഞ്ജന മിസ് ഉണ്ട് സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ. ജൂനിയർ ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ചിലപ്പോൾ ഡൗട്ട് ചോദിച്ച് വരാറുണ്ടാവും അല്ലേ? അപ്പം എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ഒരു പഠനത്തിനെ കുറിച്ച് അപ്പോൾ കൂടുതലും മിസ്സിന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ പഠനവും, എങ്ങനെ പോകുന്നു? കുട്ടികളൊക്കെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാറുണ്ട്. അവർ വളരെ ഡിറ്റർമൈൻഡ് ആണ് ആ കേസിൽ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് ചോദിക്കാറുണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ ക്യാമ്പസ് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യാമ്പസിലേക്ക് അപ്രോച്ച് ചെയ്യാനും പറ്റാറുണ്ട്. സോ പഠനകാര്യത്തിൽ അവർ വളരെ ഫോക്കസ്ഡ് ആണിപ്പോൾ. എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, അവർ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം വരാറായി, അപ്പം അതിൻ്റെ ഒരു ചൂടിലാണ് അവരെല്ലാവരും ഉള്ളത്. അവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇപ്പോൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുകയാണ്. മോഡൽ എക്സാംസിൻ്റെയൊക്കെ ഡേറ്റ് വന്നു, അപ്പോൾ അതൊക്കെ നോക്കി അവർ വളരെ ഫോക്കസ്ഡ് ആണ്. അവർ അതിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവർ ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടി ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ മിസ്സേ, നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇപ്പം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ തന്നെയും എങ്ങനെയാണ് ഇവിടുത്തെ മെഡിക്കൽ സംവിധാനമൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? നമുക്ക് അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് അവരെ ഇവിടെ കെയർ ചെയ്യാൻ വേണ്ടി ഒരു സിക്ക് റൂമുണ്ട്. നമ്മളവിടെ കിടത്തി അവരെ കെയർ ചെയ്യുകയും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ബില്ലിൻ്റെ വാഹനമുണ്ട്, അതിലവരെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം സേഫായിട്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നു. അപ്പം നമുക്കിപ്പോൾ ആവശ്യമുള്ള സമയത്ത് തന്നെ എപ്പോൾ വിളിച്ചാലും വണ്ടി ഇവിടെ അവൈലബിൾ ആയിരിക്കും അല്ലേ? ആണ്. നമുക്കതിനായിട്ട് തന്നെ ബില്ലിൻ്റെ അതിനുള്ള സെക്ഷനുണ്ട് കൈകാര്യം ചെയ്യുന്നതിനൊക്കെയുള്ള. ഓക്കെ, അപ്പം നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ച കാര്യങ്ങളിലൊന്നാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ നല്ല വലിയൊരു കിണറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് അല്ലേ മിസ്? അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകും? ഇല്ലല്ലേ, ആ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ റെസിഡൻസ് കുറുമുണ്ട എന്ന് പറയുന്ന ഹോസ്റ്റൽ വളരെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ നല്ല ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് കുട്ടികൾക്ക് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി ഇരുന്ന് പഠിക്കാവുന്ന തരത്തിലാണ് ഈ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഡിസ്റ്റർബ് ചെയ്ത് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം അവരുടെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്. ഹായ്. ഹായ്, എന്താ മോളുടെ പേര്? അൻസിത. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പാലക്കാട് പട്ടാ. ദേവിക, കോട്ടയം. ഓക്കെ, അപ്പം എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു? ഹോസ്റ്റലിൽ വന്നിരുന്നുള്ള സീരിയസ് പഠനമൊക്കെ ആയിരുന്നു, നിങ്ങൾ രണ്ടും കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് പഠനമൊക്കെ? എങ്ങനെ പോകുന്നു? ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പം വരുന്ന പ്രാക്ടിക്കൽ കെമിസ്ട്രി പുതിയ ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എക്സാമാണ് അടുത്ത് വരുന്നത്. അപ്പോൾ അതിന് ക്ലാസ് ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ക്ലാസ്, അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രിയുടെ ക്ലാസ്സസ് ഒക്കെ കിട്ടി തുടങ്ങി അല്ലേ? കിട്ടി തുടങ്ങി. കെമിസ്ട്രിയും ഫിസിക്സും രണ്ടിനെ ഉണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഇപ്പം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായല്ലോ, കുറച്ച് മാസങ്ങളായി. അപ്പം എങ്ങനെയുണ്ട് ഇവിടെ വന്നിരുന്ന് പഠിക്കുമ്പോൾ? എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്താ? ഇവിടെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പല സബ്ജക്റ്റ് ടീച്ചേഴ്സും ഉണ്ട് വാർഡന്മാരായിട്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അതിൽ ഡിസ്കഷൻ ക്ലാസ്സും അതിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പിന്നെ ഇപ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഡിസ്കഷന് സാറിനടുത്ത് ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാൻ പോവാം. തൊട്ടടുത്താണ് ഡി ബ്ലോക്ക്, അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മറ്റോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചെന്ന് ക്യാമ്പസിൽ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അത്രയും വോക്കബിൾ ഡിസ്റ്റൻസിലാണല്ലേ? അപ്പോൾ അത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടോ? ക്ലാസ്സിന് രാവിലെ പോകുന്നതാണെങ്കിൽ ഇപ്പം നമുക്ക് ലേറ്റായിട്ട് എണീക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം. അപ്പം നല്ലതാണ്. ലേറ്റ് ആയിട്ടാണ് പോകുന്നത്, ഒറ്റ ഓട്ടത്തിന് നേരെ ക്ലാസ്സിൽ കയറി ചാടി കയറി ഇരിക്കാം അല്ലേ? ഏറ്റവും ലാസ്റ്റ് പോകുന്നത് ഏറ്റവും ലാസ്റ്റ് പോകുന്നത് നിങ്ങളായിരിക്കുമോ? ഞാനാണ് പോവാറ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര അടുത്തായത് നന്നായി അല്ലേ? നന്നായി. അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ എത്തരത്തിലൊക്കെയാണ് മോളെ ആ ഒരു പഠനത്തിൽ നിങ്ങളെ സഹായിക്കുന്നത്? ഈ ഒരു ഹോസ്റ്റൽ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ സ്റ്റഡീസിൽ? സ്റ്റഡീസിന് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം റൂമിലിരുന്ന് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരാന്തയിലിരുന്ന് പഠിക്കാം. താഴെ മെസ് ഹാളിൽ നമുക്കിപ്പം അലോ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. നൈറ്റ് 11 വരെ പഠിക്കാം. അപ്പോൾ പഠിക്കുന്ന ഫെസിലിറ്റീസൊക്കെ ഇവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്. മിസ്സുമാരാണെങ്കിലും ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരോടാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, സംസാരിക്കാം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോൾവ് ചെയ്ത് തരും. പ്രശ്നമില്ല. ഹായ് മോളെ. ഹായ്. പഠിക്കുമോ അല്ലേ? എന്താ മോളുടെ പേര്? ഐശ്വര്യ, എറണാകുളം. അപ്പോൾ എറണാകുളത്തുനിന്ന് മാറി വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് പഠിക്കുമല്ലേ? എങ്ങനെയുണ്ട് പഠിക്കാൻ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണ്. ഇപ്പോൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കെമിസ്ട്രി. എങ്ങനെയുണ്ട് മോളെ മോൾക്ക് ഈ ഒരു ഹോസ്റ്റലിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പഠിക്കാൻ അടിപൊളിയാണ്. പുറത്തിരുന്ന് പഠിക്കാം, താഴെ രാത്രിയൊക്കെ പോയിരുന്ന് പഠിക്കാം. അപ്പോൾ പഠിത്തത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ടോ? ഇപ്പം ഹോസ്റ്റലിലേക്ക് വന്ന് നിന്നതിന് ശേഷമുള്ളൊരു ചേഞ്ച് കാണുന്നത്? കാര്യം വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ അത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കണം എന്നുണ്ടാവില്ല അല്ലേ? അപ്പം ഹോസ്റ്റലിൽ നിന്ന് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് മോളുടെ ഒരു സ്റ്റഡി അപ്പോൾ പ്രോഗ്രസ് എങ്ങനെയൊക്കെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആണ്. ഹോസ്റ്റലിലാകുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാവരും ഇരുന്ന് പഠിക്കണം കാണുമ്പം പഠിക്കാൻ തോന്നും. അപ്പം കൂടുതൽ സമയം പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്താ മോളുടെ പേര്? ഗൗരി. എവിടെയാണ് വീട്? ട്രിവാൻഡ്രത്ത്. എങ്ങനെയുണ്ട് മോളുടെ ഒരു ഇവിടുത്തെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ്, അതായത് റെസിഡൻസ് കുറുമുണ്ട ഹോസ്റ്റലിലെ മോളുടെ ഒരു എക്സ്പീരിയൻസ് എന്താ? നല്ല എക്സ്പീരിയൻസാണ്. കാരണം ഇപ്പം എങ്ങനെയായാലും പഠിക്കാനുള്ള ആംബിയൻസും ഇപ്പം എൻ്റെ റൂമിൽ തന്നെ എനിക്കൊരു ടേബിളുണ്ട്, ഇവിടെ പുറത്തിരിക്കാനും ടേബിളുണ്ട്. അല്ല താഴെ നമുക്ക് രാത്രി ഫുഡിന് ശേഷം മെസ്സ് ചെയ്തൊന്നും പഠിക്കാം. അപ്പം ആ എല്ലാം കൂടി ഒരു ആംബിയൻസ് വെച്ചിട്ട് നല്ലതാണ്, പഠിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി ടൈം മോസ്റ്റ്ലി യൂട്ടിലൈസ് ചെയ്ത് നിർത്തി പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ വാർഡന്മാരൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ടീവ് ആണോ? അയ്യോ എല്ലാവരും ആണ്. ഞാനും മിസ്സൊക്കെ നല്ല വൈബാ, എല്ലാം സംസാരിക്കുകയും ചെയ്യും, നല്ല ചില്ല എല്ലാവരും. ഇപ്പം സ്ട്രിക്റ്റ് ആണെങ്കിൽ ആവശ്യത്തിന് സ്ട്രിക്റ്റും ആണ്, അല്ലാതെ ആണെങ്കിൽ നല്ല വൈബും എല്ലാം സംസാരിച്ച് കളിച്ചിരിക്കും, എല്ലാം ഒരു ഇതിനെ പോകുമ്പോഴത്തേക്ക് ഉണ്ട്. വല്ല വിഷമം വല്ലതും ഉണ്ടെങ്കിൽ പോയി സംസാരിക്കാം. അങ്ങനെ എല്ലാം നല്ല മിസ്സുമാർ 4 പേരും ആണ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെ വിളിക്കുമ്പം അവർ ചോദിക്കുമല്ലോ എങ്ങനെയുണ്ടോ ഹോസ്റ്റൽ? ഇപ്പോൾ കുറച്ച് മനസ്സായി, അപ്പം എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരിക്കില്ല എങ്ങനെയുണ്ട് ഹോസ്റ്റൽ, എങ്ങനെയുണ്ട്, നല്ലതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കാറുണ്ട്. ഉണ്ട്. എൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മയുടെ ഫ്രണ്ട്സിനെ തന്നെ അമ്മ റെക്കമെൻഡ് ചെയ്യും, ഇവിടെ വരണം, ഈ ഹോസ്റ്റൽ കിട്ടിയാൽ അത്രയും നല്ലതാണ്, പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെയും പറയുമ്പോൾ ഞാനും പറയും കൊള്ളാം, നല്ലതാണ്, എനിക്ക് പഠിക്കാനുണ്ട്. ഓവറോൾ മോളുടെ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. ഐ മീൻ ലാസ്റ്റ് ഇയർ ഞാൻ ഇവിടെ തന്നെയാണ് നിന്നത്. സോ പോയി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹായ്. ഹലോ. എന്താ മോളുടെ പേര്? ഫാത്തിമ നസ്രി. എവിടെയാണ് വീട്? കല്ലൂര്, എറണാകുളം. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ റെസിഡൻസ് കുറുമുണ്ട ഹോസ്റ്റൽ? എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ അടിപൊളിയല്ലേ? എപ്പോഴും അടിപൊളി. നമുക്ക് പഠിക്കാനൊക്കെ നല്ല ആംബിയൻസ് ആണ്. പിന്നെന്താ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക് എല്ലാ സപ്പോർട്ടൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ മാർക്ക് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താ കുറയ്ക്കുന്നൊരു
നമുക്ക് റെക്കമെൻഡേഷൻ തരും നമുക്ക്. ആ അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെ അവരോടായിട്ട് പറയാറുണ്ടോ? ഇവിടെ നമുക്ക് എന്താ എല്ലാം കിട്ടണുണ്ടല്ലോ, നമുക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് മാറിയിരിക്കണ ആദ്യമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ മാറി എനിക്ക് പെട്ടെന്ന് ഹോം സിക്നെസ് ഒക്കെ പെട്ടെന്ന് മാറി. പിന്നെന്താ വീട്ടിൽ ഇവിടെ എല്ലാം പറയും, നമ്മൾ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ പറയും വീട്ടിൽ. പിന്നെ ഹാപ്പിയാണോ ഇവിടെ? ഹാപ്പിയാണ്. ഓവറോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്? അതെ, ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഇതുപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ, നല്ല മാർക്ക് മേടിച്ച് വാർഡന്മാർക്കൊക്കെ അഭിമാനമായി മാറണം കേട്ടോ. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വരാന്തയാണ് ഇങ്ങനെ കുട്ടികളുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഈ വരാന്തയിലുടനീളം ടേബിളും ചെയറും കുട്ടികൾക്ക് ഇട്ടിട്ടുണ്ടാവും. റൂമുകളിൽ ഇഷ്ടംപോലെ ടേബിളും ചെയറും ഉണ്ട്. ഇത് കൂടാണ്ട് പുറത്തും അവർക്ക് ടേബിളും ചെയറും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് സൗകര്യമായിട്ട് പഠിക്കാവുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂമുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും അതുപോലെ തന്നെ അവർക്ക് സെപ്പറേറ്റ് ഷെൽഫ്സും അതുപോലെ തന്നെ റാക്സും കൊടുത്തിട്ടുണ്ടാവും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, അപ്പോൾ അവരുടെ കാര്യങ്ങളും സാധനങ്ങളും എല്ലാം വെക്കാവുന്ന തരത്തിലുള്ള നല്ല അടിപൊളി റൂമാണ് ഇതാ ഇവിടെ ഉള്ളത്. അങ്ങനെ എല്ലാ ഹോസ്റ്റലിലും വേണ്ട കാര്യങ്ങളെല്ലാം നല്ല വളരെ പ്രോപ്പറായിട്ടാണ് ഈ ഒരു ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാ ഫ്ലോറിലും നമുക്ക് കുട്ടികൾക്ക് നല്ല ചൂടുവെള്ളം അവൈലബിൾ ആണ്. അതായത് പച്ചവെള്ളം കുടിക്കുക അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സമയത്ത് ചിലപ്പോൾ ക്ലൈമറ്റിക്കിൻ്റെ ചേഞ്ച് കാരണമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായാൽ തന്നെയും അതുപോലെ തന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടിയാണ് ഇതാ നല്ല ചൂടുവെള്ളമാണ് എല്ലാ ഫ്ലോറിലും ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചേച്ചിമാർ വന്ന് ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ചൂടുവെള്ളം എപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യാനുസരണം അവർക്ക് ചൂടുവെള്ളം എപ്പോഴും വന്ന് കുടിക്കാവുന്ന തരത്തിലാണ് ഇതാ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡയമണ്ട് ബ്ലോക്കിന്റെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് നമ്മുടെ റെസിഡൻസ് കുറുമുണ്ടയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്ലോറിലേക്കും നമ്മുടെ കുട്ടികൾക്കായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ഫ്ലോറിലേക്കും അതുപോലെ തന്നെ ടെറസ് ആക്സസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ സ്റ്റെപ്പ് വഴിയാണ് കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് കൂടിയാണ് ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാ ഫ്ലോറിലേക്കും ഇതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നൽകിയിരിക്കുന്നത്. Partik ve jortale jortale ya urtada torta tukine tortada karta katne merta dabra partik ve jortale
കൂടെ തുള്ള ആ കൂടെ തുള്ള ओम जिमाम जिमाम बिंग बिंग बो तक सस्ते न से तार चिपक गई छाती से ओम जिमाम बिंग बिंग बो तक सस्ते न से तक तार है ढीली कौन कसे 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 ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो सस्ते न से ए लूप में ट्यून बजा के थोड़ा हिट होने दो എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.